മേലാർകോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭം എങ്ങനെ ആരംഭിക്കാം, വിവിധ സബ്സിഡി സ്കീമുകൾ, ലൈസൻസ് നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വൈകുന്നേരം ശമ്പളം കിട്ടും, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ശമ്പളം ഞാൻ പഠിക്കും. എനിക്ക് അത്ര ഉത്തരവാദിത്തം. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയല്ല, അദ്ദേഹത്തിന് സ്ഥാപനമാണ്. ആ ഉത്തരവാദിത്തം എനിക്കും കൂടി വന്നാൽ അത് മെച്ചപ്പെടുള്ളൂ. തൊഴിലാളികൾക്കും കൂടി ആ ഉത്തരവാദിത്തം വേണം. അതിനകത്ത് നിൽക്കുന്ന സ്റ്റാഫുകൾ ആരായിക്കോട്ടെ, അവർക്കും കൂടി പൂർണ്ണ ഉത്തരവാദിത്തം വേണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെയും കൂടി അതിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഷെയർ അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി പറ്റും. ആ ബിസിനസ് ആവശ്യത്തിൽ അവരോട് കൂടി ഷെയർ മേടിക്കും. ഇപ്പോൾ ആരാണ് തൊഴിലാളികൾ വരുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ രണ്ടാളുള്ള സ്ഥാപനത്തിൽ രണ്ടാളും ഷെയർ ഇട്ട് ഒരു സ്ഥാപനം തുടങ്ങുക. രണ്ടാൾക്ക് ഒരേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, രണ്ടാൾക്ക് ഒരേപോലെ ഉത്തരവാദിത്തം ഉണ്ടാവും, രണ്ടാൾക്ക് ഒരേപോലെ നഷ്ടം വരും, രണ്ടാൾക്ക് ഒരേപോലെ ലാഭം വരും. അങ്ങനെയെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിനകത്ത് മെച്ചപ്പെടാൻ വേണ്ടി സാധിക്കും. മറ്റുള്ള ആളുകൾക്ക് മാതൃകാപരമായി നമുക്ക് ഓരോ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ പിന്നിൽ വരാനുള്ള ഒരു പ്രോത്സാഹനവും കിട്ടും. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വിജയലക്ഷ്മി അധ്യക്ഷയായി. നെന്മാറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ കെ ബിനു ശില്പശാല നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, ഓമന എന്നിവർ പ്രസംഗിച്ചു. വ്യവസായ വികസന ഓഫീസർ കെ ബിനു സ്വാഗതവും മേലാർകോട് പഞ്ചായത്ത് എന്റർപ്രണർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഐശ്വര്യ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.